നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ലഹരി എന്താണെന്ന് മനസ്സിലാക്കാത്ത സമൂഹത്തിലാണ് ഈ പ്രശ്നം മുഴുവൻ. നിങ്ങളിപ്പോൾ ലഹരി ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഹരി എന്താണെന്ന് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ പറയുന്നത് ലഹരി വേണമെന്നാണ്. ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു വസ്തു കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ ആ വസ്തുവും സാധനവും വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കും. ആ വസ്തുവാണ്, ആ സാധനമാണ്, സംഗതിയാണ് ലഹരി. അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ട് നിങ്ങൾ വീട്ടിൽ രാവിലെ എണീക്കുമ്പോൾ മുതൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കാണണം എന്ന് തോന്നുന്നത്, ഉപയോഗിക്കണം എന്ന് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം, അമ്പലത്തിൽ പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? പള്ളിയിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിസ്കാരവും പ്രാർത്ഥനയും ലഹരിയാണ്. പാവങ്ങളെ സഹായിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ചാരിറ്റി ഒരു ലഹരിയാണ്. സീരിയൽ കാണുമ്പോൾ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവനെ കൊല്ലണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സീരിയൽ ഒരു ലഹരിയാണ്. അപ്പോൾ നിങ്ങളേത് ലഹരി ഇല്ല എന്നാണ് പറഞ്ഞത്? നിങ്ങളില്ല എന്ന് പറഞ്ഞ ലഹരിയില്ലേ? എനിക്കറിയാം. സിഗരറ്റും കഞ്ചാവും കള്ളും MDMA സ്റ്റാമ്പ് എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ ഉദ്ദേശിച്ചത്. അവിടെ തന്നെ ചൊട്ടയിലെ ശീലം പൊട്ടിയില്ലേ? നിങ്ങളെ കുട്ടിയോട് ചെറുപ്പത്തിലേ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ, മോനെ കളിയാണ് ലഹരി, മോനെ പാട്ടാണ് ലഹരി, മോനെ കരാട്ടയാണ് ലഹരി, നീ കളിക്കണം, നീ കളിക്കലാണ്, കളിച്ച് വളരണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? പിന്നെ എങ്ങനെ ഞങ്ങളെ കുട്ടി നന്നാവുക? ഒന്നിച്ച് നടക്കലാണ് ലഹരി എന്ന് പറഞ്ഞു കൊടുത്തോ നിങ്ങൾ? ഇല്ല. പിന്നെ എങ്ങനെ ഞങ്ങളെ കുട്ടികൾ നന്നാവുക? അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ലഹരി ഏതാണ്? സിഗരറ്റും കള്ളും കഞ്ചാവും. വേണ്ടാത്ത ആ ലോകത്തേക്കല്ലേ പോവുള്ളൂ.